ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. സർഗം കിച്ചണിൽ നമുക്ക് കോക്കനട്ട് കൊണ്ട് ഒരു ലഡു തയ്യാറാക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു ലഡുവാണ് ഇത്. നമുക്ക് 2 കപ്പ് നാളികേരം, പിന്നെ ഒരു 1.5 കപ്പ് പാല്, പഞ്ചസാര 1 കപ്പ്, പിന്നെ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് നല്ലോണം ചൂടാക്കി വറ്റി കുറുക്കി എടുത്തുള്ളതിന് കോക്കനട്ട് ലഡു. നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ്. നമുക്ക് വല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാം. പിന്നെ ഒരാഴ്ച വരെയൊക്കെ കേടുകൂടാതെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഇരിക്കുകയും ചെയ്യും. കുട്ടികൾക്കൊക്കെ നല്ല സ്വീറ്റ് ഡിഷായ കാരണം നല്ല ഇഷ്ടമാവുകയും ചെയ്യും. കോക്കനട്ട് ലഡു തയ്യാറാക്കാൻ 2 കപ്പ് നാളികേരം ചെരുവിയത്. നാളികേരം ചേരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അതിൽ ബ്രൗൺ കളർ പെടാൻ പാടില്ല, വൈറ്റ് കളർ മാത്രം ശ്രദ്ധിച്ച് ചേരണം. മുകളിലത്തെ ഭാഗം മാത്രം, ഉള്ളിൽ ഇങ്ങനെ ഡീപ്പായിട്ട് വരുമ്പോൾ ബ്രൗൺ കളർ വരും, അത് എടുക്കരുത്. പിന്നെ 1 കപ്പ് കഷ്ടി 1 കപ്പോളം പഞ്ചസാര, പിന്നെ 1.5 കപ്പ് പാല്, പിന്നെ ഏലക്കായപ്പൊടി കുറച്ച് മതി. ആദ്യം നമ്മൾ ഒരു പാത്രം വെച്ച് നമുക്കിത് ഡെസിക്കേറ്റഡ് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ നാളികേരം ഡെസിക്കേറ്റഡ് കോക്കനട്ട് വാങ്ങിച്ച് ചെയ്യാം. ഇത് ഞാൻ വീട്ടിൽ വെച്ചിട്ട് തന്നെ ഉള്ള നാളികേരം വെച്ചിട്ടാണ് ചെയ്യുന്നത്. പാത്രം ചൂടാകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നാളികേരം ഒന്ന് വെള്ളമൊക്കെ വലിച്ചിട്ട് എടുക്കാം. ഈ ബ്ലാക്ക് കളർ തീരെ പാടില്ല. അത് ഞാനിപ്പോൾ 2 കണ്ടപ്പോൾ മാറ്റേണ്ടത്. കറക്റ്റ് വൈറ്റ് കളർ തന്നെ വേണം, എന്നാലും നമുക്ക് ലഡുവിന് ഭംഗി ഉണ്ടാവുള്ളൂ. നല്ല വൈറ്റ് ലഡു ആയിട്ട് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഈ ബ്രൗൺ കളർ ഇങ്ങനെ പെടും. ഇതൊന്ന് വെള്ളം വറ്റണ വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് നാളികേരം എടുത്തിട്ട് മാറ്റി വയ്ക്കുക. നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് വെള്ളം വലിയ സൈസ് ഒന്ന് ഇതാക്കിയിട്ട് വീട്ടിൽ തന്നെ നമുക്കിത് സിമ്പിളായിട്ട് തയ്യാറാക്കാം. ഇത് വീട്ടിലത്തെ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ ഉണ്ടാക്കാം. മിൽക്ക് മെയ്ഡ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാം. ഇതിപ്പോൾ ഞാൻ നമ്മുടെ സാധാരണ പാൽ ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഇതിപ്പോൾ കാച്ചാത്ത പാലാണ്. അത് നമുക്ക് ഇതിലിട്ട് കുറുക്കി വേവിക്കുമ്പോൾ പാല് വെന്തോളും. നല്ല ടേസ്റ്റുള്ളൊരു ലഡുവാണത്. വെള്ളം ഇത് ഏതാ പാകം എന്ന് വെച്ചാൽ നാളികേരത്തിലെ വെള്ളമൊക്കെ വറ്റി ഒരു ജസ്റ്റ് ഒരു ഡ്രൈനെസ് ഫോമിലാണ് ഇത് നിൽക്കണം. ബ്രൗൺ നിറമൊക്കെ കണ്ടപ്പോൾ തന്നെ മാറ്റണം. ബ്രൗൺ നിറമൊന്നും തീരെ പാടില്ല. ഇത് നാളികേരത്തിൽ അറിയാണ്ട് ഒരു പൊട്ടിപ്പെടുന്നത്. ആ ചെരുകുമ്പോൾ തന്നെ നല്ലോണം ഇങ്ങനെ കനം കുറച്ച് ചെരുകാൻ ശ്രദ്ധിക്കണം. അപ്പം നമുക്കിങ്ങനെ നല്ല ചെറിയ ചെറിയ തേങ്ങയുടെ ഇങ്ങനെ പീരകൾ പോലെ കിട്ടും. നമ്മളെല്ലാ നേരം ഇങ്ങനെ ഇളക്കി നിൽക്കണം, അല്ലെങ്കിൽ ഇതിങ്ങനെ അടിയെ പിടിച്ചിട്ട് കളറ് മാറും. തീ ചുരുക്കിയിടും വേണം. തീ ചുരുക്കിയിട്ടില്ലെങ്കിൽ ആദ്യമേ നമ്മൾ കൂട്ടിയിടാൻ പാടില്ല. പിന്നെ തീ ചുരുക്കിയിടണം, അല്ലെങ്കിൽ ഈ ലഡുവിൻ്റെ കളറ് മാറും. അപ്പം നമ്മൾ കുറച്ച് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാളികേരം ഒന്ന് മാറ്റി വയ്ക്കുക. ഒരു 2 സ്പൂണോളം നാളികേരം ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ലഡു ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർക്കാം. അതുപോലെ തന്നെ പഞ്ചസാരയും ചേർക്കാം. ഇനി നമുക്ക് തീ കൂട്ടിയിട്ടിട്ട് ഇങ്ങനെ വേവിക്കാം. ഒന്ന് വറ്റി കുറുകിയതിന് ശേഷം നമുക്ക് ഏലക്കായ പൊടി ചേർക്കാം. തീ കൂട്ടിയിട്ട് കുറുകി നല്ലോണം ഒന്ന് കുറുകി ഇളക്കി നിൽക്കാതെ ഒന്ന് വെന്ത് വരണ പോലെ. അപ്പം എന്നിട്ട് ഈ പാലൊന്ന് വറ്റി വരണം. ഒരു 5 മിനിറ്റോളം 5-10 മിനിറ്റോളം ഇത് തീ കത്തിക്കേണ്ടി വരും. നല്ലോണം തിളച്ചിങ്ങനെ പൊന്തി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഗ്യാസ് ചുരുക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ തിളച്ച് പോവും. പിന്നെ നമ്മൾ ഏലക്കാപ്പൊടി ചേർക്കണം കുറച്ച്. ഇങ്ങനെ ഇളക്കി ഫുൾ ടൈം ഇങ്ങനെ ഇളക്കി നിൽക്കണം, അല്ലെങ്കിൽ തിളച്ചിങ്ങനെ പോവും. ഇതിങ്ങനെ പാലും നാളികേരവും പഞ്ചസാരയൊക്കെ കൂടി കുറുകി നല്ലോണം വെന്ത് വരണം.
കറക്റ്റ് 10 മിനിറ്റ് ആയിട്ട് ഞാൻ സമയം കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തും. നമ്മളിങ്ങനെ ഫുൾ ടൈം ഇളക്കി നിൽക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തും. ഇനി പെട്ടെന്ന് തന്നെ അങ്ങനെ കുറുകി കിട്ടും നമുക്ക് എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടാറുമ്പോൾ വേണം. എന്നിട്ട് നമുക്കിങ്ങനെ ഉണ്ട പോലെ പിടിക്കാം. അധികം ചൂടാറാൻ പാടില്ല. ജസ്റ്റ് ചെറിയ ഇളം ചൂട് വേണം അങ്ങനെ പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ ബോൾ ഷേപ്പിൽ കിട്ടില്ല. നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം. ഇതിൽ തന്നെ കിടന്നിട്ട് ഒരു 5 മിനിറ്റ് ഇത് കിടന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി വെള്ളം വറ്റി കിട്ടും. ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു സ്റ്റേജിന് ഒരു 2 മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഇങ്ങനെ ഒരു 15 മിനിറ്റ് ഇളക്കുമ്പോൾ നമുക്ക് ഈ ഒരു പാകത്തിന് കിട്ടാം. ഇപ്പം ഞാൻ തീ ചുരുക്കിയിട്ട് കൊടുക്കണം നിറം മാറാണ്ടിരിക്കാനായിട്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടാറിനോടുകൂടി ഉരുട്ടാം. ഏകദേശം ഒരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ട് പുറത്ത്. അപ്പോൾ ചൂടൊക്കെ ആറിയിട്ട് ഇനി നമുക്ക് ചെറിയ ചൂട് വേണം. അതിങ്ങനെ ഉരുട്ടി ചെറിയ ഉരുളകളായിട്ട് നമ്മുടെ ഇഷ്ടം പോലുള്ളൊരു ഷേപ്പിലാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ചെറുതോ വലുതോ അങ്ങനെ ഒരു ഷേപ്പിലാക്കി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ നാളികേരത്തിൻ്റെ നിറ കുറച്ച് മാറിയുണ്ട്. ഇപ്പം നമുക്ക് നമ്മൾ നേരത്തെ തന്നെ ചൂടാക്കി എടുത്ത് വെച്ച നാളികേരത്തിൻ്റെ ഇതിലൊന്ന് ഉരുട്ടി ഒന്നും കൂടി ഒന്ന് ഉരുട്ടിയെടുത്തത് നല്ലൊരു ഷേപ്പിൽ നിൽക്കും. കാഷ്നട്ട് വേണമെന്നുള്ളവർക്ക് അത് ചേർക്കാം. ആദ്യം തന്നെ ഇതിങ്ങനെ ഏലക്കാപ്പൊടി ഇടുന്ന നേരത്തെ നമുക്ക് ചേർക്കത്. ആവശ്യത്തിനനുസരിച്ച് വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടൻസ് മിൽക്ക് കൊണ്ട് നമുക്ക് തയ്യാറാക്കാം. അതാവുമ്പോൾ ഇങ്ങനെ പാലും വെള്ളമൊന്നും ഇല്ലാണ്ട് ഡയറക്റ്റായിട്ട് ചേർത്ത് എടുക്കാം. ഒരു ചെറിയൊരു ഇളം ചൂട് വേണം, അല്ലെങ്കിൽ ഇതിങ്ങനെ ഉറച്ചു പോകും. ഒരേ വലുപ്പത്തിൽ ഉരുട്ടാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പല ഇങ്ങനെ വലുപ്പമാവും. ഇത് ഒരാഴ്ച വരെയൊക്കെ കേടുകൂടാതിരിക്കും. വല്ല ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാനും പറ്റും. ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ കേടുകൂടാതിരിക്കും ചെയ്യും. വീട്ടിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു തയ്യാറാക്കും ചെയ്യാം. അല്ലാതെ ഉരുട്ടി ഓരോ ലഡുവിൻ്റെ ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ നാളികേരം ജസ്റ്റ് ചൂടാക്കി എടുത്തതിലൊന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കോക്കനട്ട് ലഡു തയ്യാറായിട്ടുണ്ട്. നല്ല ഒരു 2 കപ്പ് കൊണ്ട് എനിക്ക് കിട്ടിയത് 3, 6, 10 ലഡു കിട്ടിയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു ഉണ്ടാക്കാം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.